ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ച് മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ചെമ്മീനൊന്നും മസാല ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് ഇതുപോലെ കുറച്ച് നെയ്യും അതുപോലെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് വെക്കാറ്. അപ്പോൾ പലവരും പല രീതിയിലാണ് ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിൽ കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സവാള ചേർത്ത് കൊടുക്കുക ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ലാസ്റ്റ് ബിരിയാണി ദമ്മിടുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ സവാള നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്നും കൂടെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്കിതൊരു വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇതിന് ശേഷം ഞാൻ അതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ചെമ്മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും ചേർത്തെടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഓവറായിട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്കാവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതേ രീതിയിൽ വേണം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് കോരിയെടുത്തതിന് ശേഷം ഇതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് വലിയ ഉള്ളി ഞാനിവിടെ സ്ലൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതെല്ലാം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ ഉള്ളി ഞാൻ ഈ ഒരു എണ്ണയിലിട്ടിട്ട് തന്നെയാണ് വഴറ്റിയിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ഞാൻ വേറെ എക്സ്ട്രാ എണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതാ വലിയ ഉള്ളി നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വെറും ഗരം മസാല മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മുടെ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് തൈര് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെമ്മീൻ ബിരിയാണിയിൽ തൈര് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. കാരണം അധികം ചെമ്മീൻ ബിരിയാണിയിൽ തൈര് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ തക്കാളിയുടെയും നാരങ്ങയുടെ ഒക്കെ പുളിപ്പുള്ളതുകൊണ്ട് തന്നെ തൈര് വല്ലാണ്ട് ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഫ്രൈ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ കുറച്ച് പുതിനയും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്നും കൂടെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെമ്മീൻ മസാല ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്, നല്ല മണക്ക് വരുന്നുണ്ട് കേട്ടോ. കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ റൈസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ റൈസ് ഇട്ട് കൊടുത്ത് 2 ട്രിപ്പായിട്ടാണ് റൈസ് ഇട്ട് കൊടുത്തത്. ആദ്യം ഈ ഒരു മസാലയുടെ മുകളിൽ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയുടെയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് മല്ലിച്ചപ്പും കൂടി മിക്സാക്കി എടുത്തിട്ട് അതും കൂടെ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നെക്സ്റ്റ് ട്രിപ്പ് റൈസ് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു 10-15 മിനിറ്റ് നമുക്ക് ഈ ഒരു ചെറിയ തീയിലിട്ടിട്ടൊന്ന് ദമ്മാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെമ്മീൻ റെസിപ്പിയുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അസ്സലാമു അലൈക്കും.